വ്യൂവേഴ്സ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പം മിയോസിസ് ആൻഡ് മൈറ്റോസിസ് എപ്പോഴും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അപ്പം നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഇത് രണ്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ മിസ് പറയുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാൻ പറ്റും മിയോസിസ് അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന ഫേസ് നോക്കുമ്പോൾ മൈറ്റോസിസ് നമ്മൾ പറഞ്ഞു എന്ത് നമ്മുടെ സൊമാറ്റിക് സെൽസിൽ നടക്കുന്ന ഒരു ഡിവിഷൻ ആണ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതായത് സൊമാറ്റിക് സെൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവിഷനാണ്. അപ്പം മിയോസിസ് എന്ന് പറഞ്ഞാൽ അവിടെ റിഡക്ഷൻ ഡിവിഷൻ ആണ് നടക്കുന്നത്. അതായത് എന്ത് ചെയ്യുന്നു, ക്രോമസോംസ് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ നിന്ന് ഹാപ്ലോയിഡ് കണ്ടീഷനിലേക്ക് മാറുകയാണ്. അപ്പം 46 എന്നുള്ളത് എന്താകുന്നു 23 മാറുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ക്രോമസോംസ് അല്ലെങ്കിൽ ക്രോമാറ്റിക്സ് എന്ത് ചെയ്യുന്നു ഇരട്ടിച്ചായിട്ട് ഡിവിഷൻ നടക്കുന്നു. അതുകൊണ്ടാണ് ആ 46 തന്നെ എന്ത് ചെയ്യുന്നു അടുത്ത സെല്ലിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ഇനി മിയോസിസ് എന്ന കണ്ടീഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ 46 ക്രോമസോംസ് എന്ത് ചെയ്യുന്നു പകുതി ആവുന്നുണ്ട് മിയോസിസ് 1. അതായത് ക്രോമസോംസ് എന്ത് ചെയ്യുന്നു റിഡക്ഷൻ ഡിവിഷൻ നടക്കുകയാണ്, പകുതി ആവുന്നുണ്ട്. രണ്ടാമത്തെ മിയോസിസ് 2 എന്ന് പറയുന്ന രണ്ടാം ഘട്ടത്തിലാണ് സെയിം നമ്മൾ മൈറ്റോസിസിലെ ഘട്ടം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു വീണ്ടും ഇരട്ടിച്ചിട്ട് ഡിവിഷൻ നടക്കുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് 46 നിന്ന് 23 പിന്നീട് അത് ഇരട്ടിച്ചിട്ട് പകുതി ആവുന്നതുകൊണ്ട് 23 ക്രോമസോംസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് രണ്ടാമതുണ്ടാവുന്ന ഈ പറയുന്ന ഗമേറ്റ് സെല്ലായിക്കോട്ടെ അതിലേക്ക് എന്ത് ചെയ്യുന്നു 23 ആയിട്ട് മാറുന്നു. അപ്പം ഓവത്തിലും 23 സ്പേമിലും 23 ആവുന്നു. അപ്പം നമുക്ക് കാണാൻ കഴിയും മിയോസിസ് 1 എന്ത് ചെയ്യുന്നു, മിയോസിസ് 1 അത് ഹാപ്ലോയിഡ് കണ്ടീഷനായിട്ട് മാറുകയാണ്. നമ്മൾ ഇതിന് മുന്നേ അതിൻ്റെ ഫിഗറും കാര്യങ്ങളും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം മിയോസിസ് 1 എന്ത് ചെയ്യുന്നു 46 23 ആയിട്ട് ഡിവിഷൻ നടക്കുന്നു. മിയോസിസ് 2 ആകുമ്പോൾ എന്ത് ചെയ്യുന്നു വീണ്ടും അത് നമ്മൾ മൈറ്റോസിസ് എന്നതാണ് മിയോസിസ് 2 നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വീണ്ടും അത് ഇരട്ടിച്ചിട്ട് ഹാഫ് ആവുകയാണ്. സോ 23 അപ്പം മെയിലിൽ എന്ത് ചെയ്യുന്നു ഒരു സ്പേംസ് അല്ലെങ്കിൽ ഒരു ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു 4 സ്പേംസ് ആണ് ഉണ്ടാവുന്നത്. ഫീമെയിൽ എന്ന് പറയുമ്പം ഒരു സെല്ലിൽ നിന്ന് ഡിവിഷൻ നടക്കുമ്പോൾ നമുക്ക് ബാക്കിയൊക്കെ പോളാർ ബോഡി ആയിട്ട് മാറിയിട്ട് ഒരെണ്ണം മാത്രം അവിടെ ഫംഗ്ഷണൽ ഓവായിട്ട് മാറുന്നു. സോ അറ്റ് എ ടൈം 4 സ്പേമും ഒരു ഓവുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മിയോസിസ് ആൻഡ് മൈറ്റോസിസ് കമ്പയർ ചെയ്യാൻ ചോദിക്കും ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് എവിടെ നടക്കുന്നു എന്നുള്ളതാണ്. മൈറ്റോസിസ് നമ്മുടെ സൊമാറ്റിക് സെൽ ശരീരകോശങ്ങളിലാണ് നടക്കുന്നത്. മിയോസിസ് ജെർമിനൽ സെല്ലാണ് ബീജോത്പാദക കോശങ്ങളിലാണ് നടക്കുന്നത്. ഇനി എത്ര ക്രോമസോംസ് ആണ് അവരുടെ ചേഞ്ച് വരുന്നത്, 46 തന്നെയാണ് വീണ്ടും ഡിവിഷൻ ചെയ്യുമ്പോൾ മൈറ്റോസിസിൽ നടക്കുന്നത്. മിയോസിസിൽ അത് പകുതിയായി 23 ആയിട്ട് മാറുന്നുണ്ട്. പിന്നീട് പുത്രികാ കോശങ്ങൾ അല്ലെ ഡോട്ടർ സെൽസ് എന്ന് പറയുന്നത് 2 ആണ്. അതായത് മൈറ്റോസിസ് നടക്കുമ്പോൾ 2 കോശങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. മിയോസിസ് നടക്കുമ്പോൾ 2 ഡിവിഷൻ മിയോസിസ് 1 മിയോസിസ് 2 കഴിയുമ്പോൾ 4 ഡോട്ടർ സെൽസ് 4 പുത്രികാ കോശങ്ങൾ ഉണ്ടാവുന്നത്. ലാസ്റ്റ് നമുക്കറിയാം സെൽ ഡിവിഷൻ ആ ഗ്രോത്തിനെയാണ് മൈറ്റോസിസ് ഹെൽപ്പ് ചെയ്യുന്നത്. മിയോസിസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ, ലൈംഗിക പുനരുൽപാദനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മിയോസിസ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട് മിയോസിസ് മൈറ്റോസിസ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക കമ്പയർ ചെയ്ത് അതിൻ്റെ ഡിഫറൻസസും മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.